നിങ്ങളുടെ അമ്മ ഹിന്ദു ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവർ ചിന്തിക്കുന്നത് അവരുടെ ആ ഒരു സറൗണ്ടിങ്സ് മാത്രമാണ് ലോകം, അതിനകത്ത് മാത്രമേ മുസ്ലിംസ് ഉള്ളൂ എന്നുള്ളത്. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോ അമ്മ എന്ന് പറഞ്ഞല്ലോ, അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് കുറെ നെഗറ്റീവ് കമന്റ്സ് കണ്ടായിരുന്നു. അമ്മ എന്ന് വിളിക്കാൻ പറ്റൂ, ഉമ്മ എന്ന് വിളിക്കണ്ടേന്നൊക്കെ പറഞ്ഞു. ഞാനിത് ജനിച്ച് വളർന്നപ്പോ തൊട്ട് എൻ്റെ അമ്മനെ അമ്മ എന്നാ വിളിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ചിലർ വിചാരിക്കുന്നു ചാനലിൽ നമ്മുടെ ഹിന്ദു സഹോദരി സഹോദരന്മാരെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നതാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതൊന്നല്ല, യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് അങ്ങനെ വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ വീട്ടിൽ തമിഴാണ് സംസാരിക്കുന്നത്. അപ്പൊ തമിഴ്നാട്ടിലുള്ള മുസ്ലിംസ് അമ്മ എന്നാണ് വിളിക്കുന്നത്. ചിലർ നിങ്ങൾ കൺവേർട്ടായി വന്നതാണോ, നിങ്ങളുടെ അമ്മ ഹിന്ദു ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. അതായത് അവർ ചിന്തിക്കുന്നത് അവരുടെ ആ ഒരു സറൗണ്ടിങ്സ് മാത്രമാണ് ലോകം, അതിനകത്ത് മാത്രമേ മുസ്ലിംസ് ഉള്ളൂ എന്നുള്ളത്. അപ്പം ഞാൻ തിരിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ, കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടോ, തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടോ? തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടൊരു നാടുണ്ട്, ഇന്ത്യക്ക് പുറത്ത് അതേപോലെ മുസ്ലിംസ് ഉണ്ട്, അമേരിക്കക്കാരിലും മുസ്ലിംസ് ഉണ്ട്. ഇവരെല്ലാം തന്നെ ഉമ്മ എന്നല്ല വിളിക്കുന്നത്. അവരുടെ ലാംഗ്വേജിൽ അവരുടെ ഉമ്മാനെ മര്യാദയോടുകൂടെ എന്താണോ വിളിക്കേണ്ടത് അതാണ് അവർ വിളിക്കുന്നത്. അപ്പം അതും ഈ മതവുമായിട്ട് നമ്മൾ ഇങ്ങനെ താരതമ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. സൈബർ അറ്റാക്ക് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടോ? അറ്റാക്ക് എത്രത്തോളം വരുന്നോ അതിൻ്റെ ഒരു 10,000 ഇരട്ടിക്ക് ഉമ്മമാരായിട്ടും അനിയത്തിമാരായിട്ടും താത്തമാരായിട്ടും സപ്പോർട്ടേഴ്സ് ഉണ്ട്. അറ്റാക്ക് വരുന്നത് മെയിനായിട്ടും ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതുകൊണ്ട് എന്തിന് ഫേസ് കാണിക്കുന്നു, ഫേസ് കാണിക്കാതെ ഇരുന്നൂടെ. ഇനിയിപ്പോൾ ഞാൻ ഫേസ് കാണിക്കാതെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വോയിസ് മാത്രം കൊടുക്കുകയാണെങ്കിൽ വോയിസ് കൊടുക്കുന്നതും അവിടെ ഒരു പ്രശ്നമായിട്ട് വരും. സോ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ 4 ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സിലു. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എനിക്കൊന്നും ഒരുപാട് സ്ട്രഗ്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്നുകൊണ്ടായിരിക്കാം ഇന്ന് ഈ കാണുന്ന ഒരു ലെവലിലേക്ക് സിലുവിന് എത്താൻ സാധിച്ചത്. ഏറ്റവും വലിയ അംബീഷനും സാധിച്ചു കഴിഞ്ഞു. ഇനിയുള്ളൊരു നെക്സ്റ്റ് ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞത് അത് എന്തായിരിക്കും? ഒരു സ്വപ്നം? ഫസ്റ്റത്തെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രസ്റ്റ് ആയിരുന്നു. അത് ഇതുപോലെ ഒരു 6 മാസം മുമ്പ് നമ്മൾ ഗവൺമെൻറ് രജിസ്റ്റേർഡ് ആയിട്ട് തന്നെ ചെയ്തു. കാരണം ഒന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ഫാമിലീനെ ബാധിക്കരുത്. അപ്പോൾ അതിൻ്റെ നിയമപരമായിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓട്ടിസം ബാധിച്ച മകൻ ഭർത്താവില്ലാതെയൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വരുമാന മാർഗമാക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യം അത് അൽഹംദുലില്ലാ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ക്ലാസ് ആണ്. എങ്ങനെ ആവും എങ്ങനെ പോകും എന്ന് യാതൊരു ഐഡിയ ഇല്ല. കാരണം LLBയിലേക്ക് നമ്മൾ റെഗുലർ ആയിട്ട് ഡെയിലി പോവാണ്. അപ്പൊ ഇപ്പൊ ഒരു 4 മണിക്ക് 5 മണിക്ക് എണിക്കണം എന്നുള്ളത് 4 മണിക്ക് എണിക്കണം. ചിലപ്പോൾ ഉറക്കില്ലായിരിക്കാം, മേ ബി, അറിയില്ല. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്മോൾ ഫാമിലിയാണ്. ഒരു പറ്റം കുട്ടികളും അവരുടെ വാപ്പയും ഉമ്മയും.